എല്ലാവർക്കും എൻഷോട്ടിലേക്ക് സ്വാഗതം. നമുക്ക് പൊന്മുടി കയറുന്നതിന് മുമ്പേ ഹൈ റേഞ്ച് തുടങ്ങുന്ന മുമ്പ് തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കല്ലാർ. കല്ലാർ നദിയാണ് ഇതാ ഒഴുകുന്നത്. ഇതാ ഈ എൻട്രൻസ് കണ്ടില്ലേ, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോകണം. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററെങ്കിലും നടക്കാനുണ്ട്. നടന്നു പോകുമ്പോൾ നല്ല അടിപൊളി ഒരു വാട്ടർഫാൾ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും ഇപ്പോൾ അതിനകത്തോട്ട് പോകുന്നില്ല, നമുക്ക് പൊന്മുടിയിലോട്ട് പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ സമയമുണ്ടെങ്കിൽ കാണാം. ഇവിടെ നിന്ന് ഹൈ റേഞ്ച് തുടങ്ങുകയാണ്. ഒരു കാടിൻ്റെ ഭീകരത നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ആ ഒരു നിശബ്ദതയും ഭയങ്കര ഫീലാണ് നമുക്ക് ഈ ബൈക്ക് റൈഡ് ചെയ്ത് പോകാൻ വേണ്ടി. ഇവിടെ വന്നിട്ടുള്ളവർക്കത് മനസ്സിലാവും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ പേരും ഡീറ്റെയിലും എല്ലാം ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും. അപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളോ മദ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പ്രവേശിക്കുന്നതല്ല. അപ്പോൾ അത്രയ്ക്കും കെയർഫുള്ളായിട്ട് നമ്മൾ മുകളിലോട്ട് പോവുക. അവിടെ മൊത്തം ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ട് മുകളിലോട്ട് ഹൈ റേഞ്ച് കയറുകയാണ്. പിന്നെ താഴേന്ന് തന്ന ടിക്കറ്റ് കളയാൻ പാടില്ല. ഇനി അത് മുകളിൽ പോകുമ്പോൾ ആവശ്യം വരും. അവിടെയും വേറെ ഗൈഡുണ്ട്, അവർ ചോദിക്കും. അപ്പോൾ അവിടെ ടിക്കറ്റ് കാണിച്ചില്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറ്റി വിടില്ല. അതുകൊണ്ട് ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കേണ്ടതാണ്. രാവിലത്തെ ആ ഒരു ക്ലൈമറ്റ് കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് തിരിച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴ. അപ്പോൾ എന്തായാലും തോന്നി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കുമെന്ന്. എന്തായാലും വിചാരിച്ച പോലെ വിഷമിക്കേണ്ടി വന്നില്ല. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. ആ ദൃശ്യങ്ങൾക്ക് നമുക്ക് വഴിയെ കാണാം. എന്നാൽ ഈ ഹൈ റേഞ്ച് കയറുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ചുറ്റും മരങ്ങളൊക്കെ, 2 സൈഡും മരങ്ങളും. ഇവിടെ ഇന്ന് തിരക്കില്ല അധികം. എനിക്ക് തോന്നുന്നു അവധി ദിവസം അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല എന്ന് തോന്നുന്നു. നമുക്കിനി മുകളിൽ പോയാലേ അറിയാവൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളെങ്കിലും പോകും. ഇപ്പോൾ വലുതായിട്ട് വണ്ടിയും ഇല്ലായിരുന്നു ഒന്നും. പോയ വഴിക്ക് കണ്ട ഒരു ചെറിയൊരു വാട്ടർഫാളാണ് കേട്ടോ അടുത്തത്. കണ്ടില്ലേ, ഒരു കുഞ്ഞരുവി. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഇറങ്ങി അങ്ങനെ ഒരു വീഡിയോ എടുത്ത. എന്തായാലും കൊള്ളാം അത്. മഴ സീസണായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ നല്ല ചെറിയ ചെറിയ അരുവികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് ഗ്രാമ്പൂവിൻ്റെ തോട്ടമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കുറേ ദൂരം നമുക്ക് ആ ഗ്രാമ്പൂവിൻ്റെ തോട്ടം കാണാൻ സാധിക്കും. പക്ഷേ ഇതുവഴി പോകുമ്പോഴുണ്ടല്ലോ, ആ ഒരു മണം ആ ഒരു ഹൈലൈറ്റാണ് ഇവിടെ കൂടി പോകുമ്പോൾ. ഇതെല്ലാം ഗ്രാമ്പൂവിൻ്റെ തോട്ടമാണ് കണ്ടത്. ഇതിന് താഴെ കൂടി ചെറിയൊരു കുഞ്ഞ് അരുവിയും കൂടി പോകുന്നുണ്ട്. ഇതൊക്കെ മഴ സീസണിലേ ഉള്ളൂ, അല്ലാത്തപ്പോൾ ഈ വെള്ളം ഇവിടെ ഒന്നും കാണാനേ സാധിക്കില്ല. ഇതാണ് കേട്ടോ ആ ഗ്രാമ്പൂവിൻ്റെ മരം. സീസൺ സമയത്ത് വന്നാൽ നമുക്കിതിൽ ഗ്രാമ്പൂ ഒക്കെ കാണാൻ സാധിക്കും. ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകൾ കണ്ടില്ലേ. ഈ സീസൺ സമയമാകുമ്പോൾ ഇവിടെ മൊത്തം ഫുള്ള് കടകളായിരിക്കും. ഇപ്പോൾ ഏറെക്കുറെ അങ്ങും ഇഞ്ഞും ഓരോന്നും അവിടെയൊക്കെ ആയിട്ട് ഈ കടകൾ കാണാറുള്ളൂ. കണ്ടില്ലേ, അതായത് വീണ്ടും ഇവിടെ ആ ഗ്രാമ്പൂവിൻ്റെ ആ തോട്ടം. നമുക്കിവിടെ കുറച്ച് ദൂരം സഞ്ചരിക്കാൻ നല്ല ഒരു ഹാപ്പിനെസ്സാണ്.
കാരണം ഈ ഗ്രാമ്പൂവിൻ്റെ മരത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രത്യേക മണമുണ്ടല്ലോ, നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിന്ന് സഞ്ചരിക്കാൻ വേണ്ടി. ഇവിടെ റൈറ്റ് സൈഡ് നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയതാണ് കണ്ടോ. ഫുള്ള് തേയിലത്തോട്ടവും ആ മലയും നമ്മുടെ ആനവണ്ടി പോകുന്നു. ഇവിടെ സ്ഥിരം റൂട്ടുള്ളതാണ് കേട്ടോ ഈ ബസ്. പൊന്മുടിയിലേക്ക് വരുന്നവർക്ക് ബസ്സിലും ഇവിടെ വരാം. ഈ മല കണ്ടില്ലേ, ഈ മല ഏതാ നോക്കി നിൽക്കുന്നതിനിടയിൽ കോട ഇറങ്ങുന്നത്. എന്തായാലും മുകളിലോട്ട് പോയപ്പോൾ പ്രതീക്ഷിക്കാത്ത കോടയായിരുന്നു, ഒരു രക്ഷയില്ല. ഇത് എവിടെ നിന്ന് കോട അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കണ്ടോ. ഈ റൈറ്റ് സൈഡ് ഫുള്ള് കടകളാണ്. പൊന്മുടിയിൽ വരുന്ന ഏവർക്കും ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അടുത്തത്. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു സ്ഥലം തന്നെ, പക്ഷേ ഇതാ കണ്ടില്ലേ, ഈ ഒരു മരമാണ് ഹൈലൈറ്റ്. ആര് വന്നാലും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാതെ പോകത്തില്ല. അങ്ങനെ ഒരു അടിപൊളി പ്ലേസിലാണ് ആ മരം നിൽക്കുന്നത്. കണ്ടില്ല, കോടയിൽ കുളിച്ച് നിൽക്കുന്ന ആ ഒരു മരവും അതിൻ്റെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ KTDCയിലെ ഗോൾഡൻ പാർക്കിലാണ്. അവിടെ നല്ല അടിപൊളിയായിട്ടൊരു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വരാം. കറക്റ്റ് ഒരു ഫോറസ്റ്റിനകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. അതിലെ ചുറ്റും മരങ്ങളും ആളനക്കം പോലും ഇല്ല. ചീവിടിൻ്റെ സൗണ്ടും നല്ല മഴയുമാണ് കേട്ടോ ഇപ്പോൾ.
ഒറ്റയ്ക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല പേടിക്കും. അങ്ങനത്തെ ഒരു ആംബിയൻസാണ് ഇവിടെ. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളടുത്ത് നമുക്ക് കാണാം. ഇതാണ് കേട്ടോ KTDCയുടെ ഗോൾഡൻ പാർക്ക്. കണ്ടില്ലേ, കോടയിൽ കുളിച്ചിരിക്കുക മൊത്തം. അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ. വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ. ഒരു രക്ഷയില്ലാത്ത കോടയാണ് കേട്ടോ. കണ്ടില്ല, ഒരു വണ്ടി വന്നാൽ പോലും കാണാൻ പറ്റത്തില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ജസ്റ്റ് കാണാം, അത്ര തന്നെ. ഒരു 100 മീറ്റർ മാറിയാൽ പിന്നെ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അവിടെ ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് കോട ഇറങ്ങുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി നമ്മൾ. അല്ലേ, അവിടെ വന്നിട്ടുള്ള ഒരു വ്യൂ. ഒരുപാട് ആളുകളും വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുകൾ മാത്രം തന്നെ കാണാൻ പറ്റുന്നുള്ളൂ. എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ് എവിടെ നിൽക്കുന്നതെന്ന് പോലും ഒരു പിടിയുമില്ല. ചിലപ്പോൾ സൗണ്ട് കേട്ടിട്ടായിരിക്കും ആൾ തിരിച്ചറിയുന്നത് അവിടെ ആൾ നിൽക്കുന്നു എന്ന്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, പൊന്മുടി. പൊന്മുടിയുടെ സിമ്പൽ എന്ന് പറയുന്നതാണ് ഈ ഒരു. ആരെ ഫോട്ടോഷൂട്ട് എടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും കുറച്ച് ദൂരം നടന്ന് നമ്മുടെ വ്യൂ പോയിന്റ് വരെ പോയിട്ട് വരാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ കോട ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ തന്നെ സാധിക്കില്ല. പോയിട്ട് വരാം, അത്ര തന്നെ. അല്ലാതെ ഇത് അങ്ങോട്ട് നോക്കി കറങ്ങിയാലും ഇങ്ങോട്ട് കറങ്ങിയാലും ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല.
അങ്ങനെ നമ്മുടെ പൊന്മുടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബായ്.